അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ട്രൂത്ത് ഫൈൻഡർ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തൻസീൽ ഖുർആൻ പാരായണ മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനവും അവാർഡ് ദാനവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫലപ്രഖ്യാപനം നടത്തുന്നത് പ്രശസ്തനായ ഖാരി അബ്ദുറഹ്മാൻ ഫൈലി ആലിപ്പറമ്പ് അവറുകളാണ്. അദ്ദേഹം സമസ്ത വിദ്യാർത്ഥി മുഅല്ലിം ഫെസ്റ്റിൽ 3-4 വർഷങ്ങളോളമായി ഖുർആൻ പാരായണ മത്സരത്തിൽ 1ാം സ്ഥാനവും 2019 മുഅല്ലിം വിഭാഗത്തിൽ കലാപ്രതിഭയായി അറിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഗ്രാൻഡ് ഫൈനൽ മത്സരം വിലയിരുത്തി ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത്. മത്സരത്തിലെ 1ാം സ്ഥാനക്കാർക്ക് 2222 രൂപയും 2ാം സ്ഥാനത്തിന് അർഹനായവർക്ക് 1111 രൂപയുമാണ് പ്രഖ്യാപിച്ചിരുന്നത്. കൊറോണ സിറ്റുവേഷൻ ആയതിനാൽ നേരിട്ട് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഗൂഗിൾ പേ ഓൺലൈൻ വഴിയായിട്ടാണ് ക്യാഷ് കൈമാറിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തൻസീം യൂട്യൂബ് ഖുർആൻ പാരായണ മത്സരത്തിലെ ഗ്രാൻഡ് ഫൈനലിൽ 10 കണ്ടസ്റ്റന്റാണ് ഉണ്ടായിരുന്നത്. ഈ 10 മത്സരാർത്ഥികളിൽ 5 പേർ കൂടുതൽ ലൈക്ക് കിട്ടിയ ആളുകളാണ്. ബാക്കി 5 പേര് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 10 ആളുകളും വളരെ മനോഹരമായി ഓതിയിട്ടുണ്ട്, നന്നായി ഓതിയിട്ടുണ്ട്. പിന്നെ ചില ആളുകളുടെയൊക്കെ ഓത്തിൽ അക്ഷരങ്ങളെ മഖ്റജുകളിലും സിഫത്തുകളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. ചില ഓത്തുകളിലൊക്കെ യശ്ഫഉ ഇൻദഹു 2 ഐന അടുത്ത് വരുന്നുണ്ട്. യശ്ഫഉ ഇൻദഹു അങ്ങനെയാണ്. ചില ഓത്തുകളിലൊക്കെ നന്നായിട്ടുണ്ട്, എന്നാൽ ഒരു ക്ലാരിറ്റി വരുന്നില്ല ചില ഓത്തുകളിൽ. അതുപോലെ ഇല്ലാ ബിഇദ്നിഹി, ബിഇദ്നിഹി ഹാ ഉച്ചാരണത്തിൽ വരണം വഖഫ് ചെയ്യുമ്പോൾ. പിന്നെ ചില ഓത്തുകളൊക്കെ ഇല്ലാ ബിമാ ശാ ഷാ എന്ന് പറ്റൂല, എന്നാൽ ഷാ എന്നാണ് നിർത്താനും പറ്റൂല. ഷാ ചെറുതായിട്ട് അവിടെ വരണം. അപ്പോ ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ. പിന്നെ ചിലത്തിൽ ഇൻദഹു എന്ന് കൂടുതൽ മനിക്കാതെ ഓതിയ ഓത്തുകളുണ്ട്. ഇങ്ങനെ മൊത്തത്തില് മാഷാ അല്ലാഹ് വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ നോക്കിയതിന്റെ അടിസ്ഥാനത്തില് മഖ്റജുകള്, സിഫത്തുകള്, പാരായണ ശൈലി, തജ്വീദിന്റെ നിയമങ്ങളൊക്കെ നോക്കിയിട്ട് 1ാം നമ്പർ മിഖ്ദാദ് 1ാം സ്ഥാനത്തിന് അർഹനായിട്ടുണ്ട്. ഒരു പ്രത്യേക ശൈലിയിൽ തരക്കെടില്ലാത്ത രൂപത്തിൽ ഓതിയിട്ടുണ്ട്. അതുപോലെ 4ാം നമ്പറും കുഴപ്പമില്ല, 2ാം സ്ഥാനമായിട്ട് 4ാം നമ്പർ. വന്നിട്ടുണ്ട്. മൊത്തത്തില് കൂടുതൽ ലൈക്ക് കിട്ടിയ കുട്ടികളുണ്ട്. അവരൊക്കെ നല്ല പെർഫോമൻസ് ആണ്. പക്ഷെ ഓതുന്ന സമയത്ത് ഒന്നുകൂടി എന്ത് ചെയ്യണം, തഹ്ഖീഖായിട്ട് ഓതണം, സാവധാനത്തിൽ ഓതണം. ഓതുമ്പോ അതുകൂടി ഒന്ന് മത്സരാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് പങ്കെടുത്ത എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നതോടൊപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.